മഹാരാജാസ് കോളേജിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം തുടങ്ങി. കോളേജിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ച് കോളേജ് ഉടൻ തുറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് യോഗം ചേരുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്യാം, ഒരു പ്രശ്നപരിഹാര സാധ്യത തെളിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു പ്രശ്നപരിഹാര സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അടിയന്തരമായിട്ട് ഇന്ന് യോഗം ചേർന്നത്. ഇന്നലെയായിരുന്നു PTA യോഗം. ആ PTA യോഗത്തിൽ കർശന നിർദ്ദേശങ്ങളുമാണ് കൊണ്ടുവന്നത്. അതിനുശേഷം നാളെയോടുകൂടിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചത്. എന്നാൽ അതുപോരാ, ഇന്ന് തന്നെ യോഗം ചേർന്ന് ഉടൻ കോളേജ് തുറക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. നിലവിൽ ഇപ്പോൾ യോഗത്തിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ, SFI പ്രവർത്തകർ, KSU പ്രവർത്തകർ, ഈ 3 സംഘടനകളുടെ നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ SI, അതോടൊപ്പം തന്നെ ACP അടക്കമുള്ളവരും നിലവിലെ പ്രിൻസിപ്പൽ സ്ഥലം മാറിയതിനാൽ ഇൻചാർജായിട്ടുള്ള അധ്യാപികയുമാണ് യോഗത്തിൽ. 11 മണിയോടുകൂടിയാണ് യോഗം ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ ജൂൺ 19-നായിരുന്നു കോളേജിൽ ഇത്തരത്തിലൊരു അക്രമ സംഭവങ്ങൾ അരങ്ങേറി. അതിനുശേഷം 3 പ്രതികളെ പിടികൂടുകയുണ്ടായിട്ടുണ്ട്. മറ്റ് 3 വിദ്യാർത്ഥികൾ നിലവിൽ ചികിത്സയിലുമാണ്.